എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ വിവാദം പിടിച്ചൊരു കെട്ടിടം നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് ഇത് ലൈബ്രറി കൗൺസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കെട്ടിടമാണ്. ഇത് അൺഫിറ്റ് ആണെന്ന് കാണിച്ചുകൊണ്ട് ഭരണസമിതി പൊളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. ഇവിടെ പുതിയ MLAയുടെ പദ്ധതി പ്രകാരമായിട്ടുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കാനായിട്ടുള്ള ഇടപെടലാണ് ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദപരമായിട്ടുള്ള സമരങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടെ നടന്നു. അതുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയും ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തകരും തമ്മിലുള്ള വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്. പക്ഷേ ഇപ്പോൾ ഇത് കിട്ടിയ വിവരം അനുസരിച്ച് ഹൈക്കോടതി വരെ ഇതുമായി ബന്ധപ്പെട്ട കേസ് പോയി. ഇപ്പോൾ സ്റ്റേ മറ്റു കാര്യങ്ങളെല്ലാം മാറി MLAയുടെ പദ്ധതി പ്രകാരമുള്ള കെട്ടിട നിർമ്മാണത്തിനുള്ള കാര്യങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ ലൈബ്രറി കൗൺസിലിൻ്റെ കെട്ടിടം ഇപ്പോൾ കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുള്ള റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് അറിയാൻ സാധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ബഹുമാനപ്പെട്ട PK ജേക്കബേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ബിൽഡിങ് അൺഫിറ്റ് ആയതിനു ശേഷം ഞങ്ങൾ ഭരണസമിതി തീരുമാനമെടുത്ത് പൊളിക്കാൻ തീരുമാനമെടുക്കുകയും സർക്കാരിൽ നിന്ന് ബിൽഡിംഗ് പൊളിക്കാനുള്ള അൺഫിറ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുകയും പൊളിക്കാനുള്ള ഉത്തരവ് കിട്ടുകയും ചെയ്തു. അതിനുശേഷം MLA തന്ന 50 ലക്ഷം രൂപ ഉപയോഗിച്ച് പണി ആരംഭിക്കാൻ പോയപ്പോൾ ഇതിലുണ്ടായിരുന്ന ലൈബ്രറി കൗൺസിലിനോട് അവിടെ നിന്ന് ഒന്ന് മാറി തരണം, ആ ബിൽഡിംഗ് അൺഫിറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ ഒഴിഞ്ഞു തരാൻ തയ്യാറായില്ല. പൊളി തുടങ്ങിയപ്പോൾ ബിൽഡിംഗ് പൊളിക്കാൻ 3 പ്രാവശ്യം നോട്ടീസ് കൊടുക്കുകയും അതിനുശേഷം ടെൻഡർ എടുത്ത ലേലം ചെയ്തിരുന്ന പാർട്ടി പൊളിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചധികം ആളുകൾ ഒരുമിച്ച് വരികയും അദ്ദേഹത്തെ ടെൻഡർ എടുത്ത ആളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു പൊളിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസ് സംരക്ഷണം നേടി ഹൈക്കോടതിയിൽ പോവുകയും ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലീസ് സംരക്ഷണം കൊടുക്കാൻ പറഞ്ഞ് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിക്കാൻ പണി ആരംഭിച്ചിരിക്കുകയാണ്. 6 മാസം മുമ്പ് ഇത് തുടങ്ങിയിരുന്നെങ്കിൽ MLA തന്ന 50 ലക്ഷം രൂപ എക്സ്പെൻഡിച്ചർ ആക്കുകയും ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാകുകയും ചെയ്താനേ. അത് മുടക്കുവാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ബുദ്ധിപൂർവമായ ശ്രമം നടത്തിയതാണ് ഇത്രയും നീണ്ടുപോകാൻ കാരണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ MLA ഉദ്ദേശിച്ച പോലെയുള്ള പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കാനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുമോ? നടക്കാൻ വളരെ അടിയന്തരമായിട്ട് ഞങ്ങൾ പണി തുടങ്ങി കഴിഞ്ഞു. LSTD നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും AXIയോട് പറഞ്ഞ് അത് ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ ഒരുവിധമായി കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ കല്ലിടലും പണിയും തുടങ്ങും, പണി പൂർത്തീകരിക്കും. ഈ ഭരണ സമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ ഞങ്ങൾ പുതിയ ബിൽഡിംഗ് നിർമ്മിക്കും. ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ലൈബ്രറി കൗൺസിലിൻ്റെ അവർ ആ പ്രവർത്തനങ്ങൾ വേറെ എവിടേക്ക് മാറ്റി കൊരട്ടി പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് അന്ന് തന്നെ ഇവിടെ പ്രശ്നം ആരംഭിച്ചപ്പോൾ തന്നെ അവർക്ക് കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കൊടുക്കുകയും ഒരു റൂം കൊടുക്കുകയും എന്നാൽ അതിൽ 2 മാസത്തോളമായി അവർ പ്രവർത്തിക്കുകയും ഇത് പൂട്ടിയിടുകയും ചെയ്തു. കോടതിയുടെ ഉത്തരവ് വരുന്നതിന് ശേഷം മാത്രമാണ് അവർ ഒഴിഞ്ഞു തന്നത്. ഇപ്പോൾ ഒഴിഞ്ഞു തന്നു, എല്ലാം പൂർത്തിയായി പണി തുടങ്ങി.